ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ 5ാമത്തെ പാഠമായ മണ്ണിലും മരത്തിലും എന്ന പാഠത്തിലേക്ക് സ്വാഗതം. ഈ ചിത്രത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഒരു കുഞ്ഞിക്കിളി അതിൻ്റെ കൂട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പുറത്തെ മരത്തിലായി ഒരു അണ്ണാൻ അതിനെ നോക്കിയിരിപ്പുണ്ട്. വേറെ ഒരു മരത്തിൽ ഒരു തത്ത ഇവരെ നോക്കിയിരിപ്പുണ്ട്. നമുക്കിനി പാഠത്തിലേക്ക് കടക്കാമല്ലേ? വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാം. അമ്മക്കിളി പറന്നുപോയി. കുഞ്ഞിക്കിളി കൂട്ടിൽ തനിച്ചായി. കുഞ്ഞിക്കിളി കണ്ണു തുറന്നു ചുറ്റും നോക്കി. അമ്മ കിളിയെ കാണാനില്ല. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. ടും 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 ഡും ഡും ഡും. ഇടിവെട്ടി, കാറ്റ് വീശി, പെരുമഴ. കുഞ്ഞിക്കിളി പേടിച്ചു കരഞ്ഞു. കുഞ്ഞിക്കിളി കരയുന്നത് കണ്ടപ്പോൾ അണ്ണാൻ അതിനെ സമാധാനിപ്പിക്കാൻ പോയതാ. പക്ഷേ അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടിയപ്പോൾ ചില്ല ഇളകി, കൂടിളകി, കൂട് താഴേക്ക് വീണു. കുഞ്ഞിക്കിളിയും താഴേക്ക് വീണു. കൂട് താഴേക്ക് വീണത് കണ്ട അമ്മക്കിളി കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി എന്ന് കരഞ്ഞു. പൂരിപ്പിക്കാമോ? കുഞ്ഞിച്ചിറകുകൾ വീശി വീശി അതാ കുഞ്ഞിക്കിളി പറന്നു പറന്നു വരുന്നു. ചിത്രത്തിൽ വലിയൊരു മരം കണ്ടില്ലേ? ഈ മരം ഒരുപാട് പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാം വാസസ്ഥലമാണ്. വാസസ്ഥലം എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന സ്ഥലം. തേനീച്ചയുടെ കൂട്, അതുപോലെ തന്നെ കിളിക്കൂട്, ഉറുമ്പിൻ കൂട്, കാക്കക്കൂട്, ഇങ്ങനെ ഒരുപാട് കൂടുകൾ മരത്തിന് മുകളിലും. താഴെ നോക്കൂ, പാമ്പിൻ്റെ മാളമുണ്ട്, അതുപോലെ തന്നെ മുയലുണ്ട്, എലിയുണ്ട്, കീരിയുണ്ട്. ഇങ്ങനെ ഒരുപാട് മൃഗങ്ങളും ഇതിൻ്റെ ആശ്രയത്തിലാണ് ജീവിക്കുന്നത്. കൊത്തി മരത്തിനുള്ളിൽ മുറി പണിയുന്നു മരം കൊത്തി. മരം കൊത്തി എങ്ങനെയാണ്? മരത്തിന് മുകളിൽ ഇങ്ങനെ കൊത്തി 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 അതൊരു ദ്വാരമാക്കി അവിടെയാണ് മരം കൊത്തി താമസിക്കുന്നത്. മണ്ണു തുരന്ന് മാളം പണിയും എലിയും മുയലും ഉറുമ്പുകളും. എങ്ങനെയാണ് എലിയും മുയലും ഉറുമ്പുകളും ഒക്കെ മാളം പണിയുന്നത്? മണ്ണ് തുരന്നാണ് അവർ മാളം പണിയുന്നത്. കൂടുണ്ടാക്കാൻ എന്തൊക്കെ വേണം? അടിവര ഇടുക. ഇലയും നാരും പുല്ലും കമ്പും ചേലിൽ ചേർത്തു വിരിക്കുന്നു. വണ്ണാത്തിക്കിളി വായാടിക്കിളി പൊത്തിൽ മെത്തയൊരുക്കുന്നു. ഇലയും നാരും പുല്ലും കമ്പും ചേർത്തു വിരിച്ചിട്ടാണ് കൂടുണ്ടാക്കുന്നത്. വണ്ണാത്തിക്കിളിയും വായാടിക്കിളിയും പൊത്തിലാണ് അവരുടെ കൂടുണ്ടാക്കുന്നത്. തുന്നാരൻ കിളി തുന്നിക്കൂട്ടിയ കൂടുകൾ കണ്ടിട്ടുണ്ടോ? ഇലകൾ തമ്മിൽ തുന്നിക്കൂട്ടാൻ നാരുകളല്ലോ നൂല്. തുന്നാരൻ കിളി എങ്ങനെയാണ്? തുന്നിക്കൂട്ടിയ കൂടുകളാണ്. നമ്മൾ തുണിയൊക്കെ തുന്നില്ലേ, അതുപോലെ തുന്നിക്കൂട്ടിയ കൂടുകളാണ്. ഇലകൾ തമ്മിൽ തുന്നിക്കൂട്ടാൻ നാരുകളല്ലോ നൂല്. നൂലിന് പകരം എന്താ ഉപയോഗിച്ചാണ്? നാരുകൾ ഉപയോഗിച്ചാണ് തുന്നാരൻ കിളി തുന്നിക്കൂട്ടുന്നത്. നാരും വേരും കരിയിലയും ഏതു കിളി കൂടറിയാമോ? തേന്നുകരുന്നൊരു കിളിയാണ്, തേൻ കിളിയുടെ ചെറുകൂടാണ്. നാരും വേരും കരിയിലയും ഒക്കെ വെച്ചിട്ട് ഏത് കിളിയാണ് കൂടുണ്ടാക്കുക? തേൻ കിളിയുടെ കൂടാണത് അല്ലേ? കേടുകൾ തീർക്കാൻ അറിയില്ല, കിളിക്കൂടുകൾ പുതുതായി പണിയുന്നു. ഉണ്ടാക്കാനേ അറിയൂ അവർക്ക്, കേടുകൾ തീർക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കൂടുകൾ ഉണ്ടാക്കുന്നു. ഈ കാണുന്ന കിളിക്കൂട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊരു കുരുവിയുടെ കൂടാണ്. നെല്ലോലകളും തെങ്ങോലകളും ചീന്തിയെടുത്തു മെടഞ്ഞല്ലോ കുരുവികൾ കൂടുണ്ടാക്കുന്നു. കുരുവികൾ കൂടുണ്ടാക്കുന്നത് നെല്ലിൻ്റെ ഓലകളും അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഓലകളുമൊക്കെ ചീന്തിയെടുത്ത് മെടഞ്ഞ് പ്രത്യേക തരത്തിലാക്കിയിട്ടാണ് കൂടുണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യണേ. താങ്ക് യു.